ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും രാത്രിയിൽ ഒരേ ഹാളിൽ ഇങ്ങനെ കിടന്നൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയിൽ അനാമികയും അതുപോലെ തന്നെ അനിയും കൂടെ രാത്രിയിൽ സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരെ പിടികൂടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യം ഒക്കെ ഇങ്ങനെ അനിയനെ ഓടിച്ചിട്ട് പിടിക്കും, അങ്ങനെ ചെറിയ തമാശകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് രാവിലെ നമ്മുടെ നയനയാണെങ്കിൽ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് അനാമിക കുറച്ച് വൈകിയൊക്കെ ആയിരിക്കും എണീറ്റ് വരണത്. അപ്പോഴത്തേക്കിനും എന്താ മോളെ ഇന്നലെ ഉറക്കം ശരിയായില്ലേന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഇന്നലെ ഹാളിൽ ഇങ്ങനെ നിലത്തല്ലേ കിടന്നേ, അതിൻ്റെ ആ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ, എന്താ മോളെ അങ്ങോട്ട് പോകുന്നത്, ഇപ്പോൾ ഇതേ നമ്മുടെ നയന മോൾ ചായയും കൊണ്ട് വരും, ചായ കുടിച്ചിട്ട് മോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഇന്ന് ചായ ഇടാം, വേണ്ട നയന ഇടാൻ പോയി, അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമികയാണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് നയനയാണെങ്കിൽ ചായക്കുള്ളൊക്കെ എടുക്കാൻ പോവായിരുന്നു. അപ്പോൾ അനാമിക ഞാൻ ചായ ഇടാമെന്ന് പറയുമ്പോഴത്തേനും വേണ്ട, ഇയാൾ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുമ്പം നയനച്ചിക്ക് വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുക്കാം, എനിക്കിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ ഇവിടെ ചായ ഇട്ടെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമികയാണെങ്കിൽ അങ്ങനെ തന്നെ ചായ ഇടാൻ പോകാൻ കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ഈ സംസാരിക്കുന്നതൊന്നും അങ്ങനെ വിഷമമാകണം കേട്ടോ, പെട്ടെന്ന് സാഡാകുകയാണ്. പെട്ടെന്ന് നയന ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ പിന്നെ അനാമിക പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടുത്തെ ജോലിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതോ ഇനി ഏട്ടത്തിക്ക് ഏട്ടത്തി മാത്രമേ ഇവിടുത്തെ എല്ലാം ചെയ്യാവുള്ളൂ എന്നെന്തെങ്കിലും നിയമമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ നയന ഒന്നും തന്നെ മിണ്ടുന്നില്ല. അനാമികയാണെങ്കിൽ അങ്ങനെ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അയ്യോ അത്രയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ, എനിക്കറിയാം എൻ്റെ അമ്മയും എന്നെ പഠിപ്പിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളാവണ്ട, എനിക്കറിയാം ചായ എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചായ വെക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജലജയും ചെറിയമ്മയും കൂടെ അവിടേക്ക് വരുമ്പോൾ, ഇന്ന് മോളാണോ ചായയൊക്കെ ഉണ്ടാക്കണേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ സംസാരം കേട്ടിട്ട് തന്നെ ആയിരിക്കും ചെറിയമ്മ അവിടേക്ക് പറഞ്ഞത്. ഇവിടെ ഓരോരുത്തർ അടുക്കള ഇങ്ങനെ അടക്കി ഭരിക്കുകയല്ലായിരുന്നോ, ഇപ്പം എന്താ സംഭവിച്ചത്, പുതിയ ആൾ വന്നപ്പോൾ അവരുടെയൊക്കെ അടുക്കള ഭരണം നഷ്ടപ്പെടുമ്പോൾ ഓരോരുത്തർക്ക് പേടിയാണ്, അത് അവരുടെയൊക്കെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ജലജയും ചെറിയമ്മയും കൂടെ പറയാൻ കേട്ടോ. എന്നിട്ട് എന്തായാലും അനാമികയോട് വേഗം തന്നെ കോഫി കൊണ്ടുപോകാം, ഇന്ന് ഈ വീട്ടിലെ പുതിയ മരുമകളുടെ കോഫി ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് അനാമിക ചായയും കൊണ്ട് വരികയാണ്. ഇന്ന് നീയാണോ ചായ ഇട്ടേ, ഇന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അനിയും മേടിച്ച് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. എന്നാൽ വായിൽ വെച്ച് കുടിക്കാൻ കൊള്ളില്ല, എല്ലാവരും ഇങ്ങനെ തുപ്പുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇത് കാണുന്ന അനാമികയ്ക്ക് സങ്കടം വരികയാണ്. എന്നിട്ട് നമ്മുടെ അനിയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തമാശ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് പറ്റിയ പണി നീ ചെയ്താൽ പോരെ, നയനേട്ടത്തെയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൂപ്പർ ചായയും കൊണ്ട് വന്നതന്നെ നീ അത് നശിപ്പിച്ച് കളഞ്ഞു, ഇന്നത്തെ ദിവസം തന്നെ നീ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ ഇനിയും. ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വളരെ സങ്കടമാകുകയാണ്. അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് നയന ചായയും കൊണ്ട് വരികയാണ്. അപ്പോൾ മോളെന്താ ചായ ഇട്ടിരുന്നോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, അല്ല അനാമിക ചായ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അപ്പോൾ അതിൽ അളവുകളൊന്നും കറക്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ചായ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്നിങ്ങനെ പറയാനോ കേട്ടോ. അങ്ങനെ ആ ചായ കുടിച്ചിട്ട് എല്ലാവരും പറയണത്, ഇതാണ് ചായ, ഈ ഒരു ചായയുടെ മധുരവും കൊണ്ടായിരിക്കണം ഇന്നത്തെ ഒരു ദിവസം തന്നെ മുൻപോട്ട് പോകേണ്ടത്, നീ ഇത് കണ്ടുപഠിക്കണമെന്ന് ഇങ്ങനെ അനാമികയോട് അനി പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജലജ വന്നിട്ട് അനാമികേനെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. അനാമികയോട് പറയുന്നുണ്ട്, എല്ലാവരും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്, ഇന്ന് തന്നെ മോളുടെ ഒരു ചായ ഒന്ന് മോശമായി പോയപ്പോൾ ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടോ, അപ്പോൾ ഇതൊക്കെ മോളെ താഴ്ത്തി കിട്ടാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതാണ്, അവൾ ഉടനെ ചായ കൊണ്ട് വന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി പറയിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അങ്ങനെ അനാമിക അടുക്കളയിലേക്ക് ചെല്ലുകയാണ്, നയനയുടെ അടുക്കിലേക്ക്. ശേഷം അനാമികയാണെങ്കിൽ വായിൽ തോന്നുന്നതെല്ലാം ഇങ്ങനെ പറയാണ് കേട്ടോ നയനയോട് പറയുന്നുണ്ട്, എല്ലാവരും കയ്യിലെടുത്ത് വെക്കാമെന്നും ഈ വീടിൻ്റെ ഭരണം മൊത്തം ഏൽക്കാമെന്നൊക്കെ വല്ല വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, എന്നാലും എന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ എങ്ങനെയാണ് ഈ കുടുംബത്തിലേക്ക് കയറി വന്നതെന്നറിയാമോ, ഭർത്താവിനും അമ്മയ്ക്കും ഇഷ്ടമില്ലാതെ നിങ്ങൾ കയറി വന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ ചേച്ചി ഇവിടേക്ക് വന്നതോ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, എല്ലാവരോടും കള്ളം പറഞ്ഞ് ഗർഭിണിയാണെന്ന പേരിലാണ് ഇവിടേക്ക് കയറി വന്നത്, എന്നിട്ട് ഇപ്പോഴത്തെ ആ ഒരു ഗർഭം പോലും എനിക്ക് സംശയമുണ്ട്
എന്തായാലും അങ്ങനത്തെ കള്ളക്കൂട്ടങ്ങളല്ലേ നിങ്ങളൊക്കെ നിങ്ങൾ അമ്മയും നിങ്ങളുമെല്ലാം ഇപ്പം മൂന്നാമത്തെ ആളെയും കൂടെ ഇങ്ങോട്ടേക്ക് വിട്ടിട്ട് ഈ സ്വത്തുക്കളും മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലല്ലായിരുന്നു. അതെല്ലാം തകർന്നതിൻ്റെ ദേഷ്യമല്ലേ നിങ്ങൾക്ക്, അതൊക്കെ നിങ്ങൾ പറയാതെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബത്തെയും അതുപോലെ തന്നെ നയനയും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സങ്കടമാകാണ്. നയന പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇയാളുടെ മഹത്വം അറിഞ്ഞിട്ടായിരിക്കും ഇയാളുടെ അമ്മായിമ്മ തന്നോട് മിണ്ടുപോലും ചെയ്യാത്തത്, എപ്പോഴും ഒരു പോരും അടിയും ബഹളമായിട്ട് നിൽക്കുന്നത്. എന്നോടൊക്കെ അവർ എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നത്, അപ്പോൾ നിൻ്റെ സ്വഭാവ ഗുണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ അമ്മായിമ്മയും നിന്നെ കുറേ സപ്പോർട്ട് ചെയ്തില്ലേ, പക്ഷേ ഇപ്പോഴാണ് നിൻ്റെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാവരെയും കയ്യിലെടുക്കാമെന്നുള്ളൊരു വ്യാമോഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാനായിരിക്കും ഇവിടുത്തെ എല്ലാമായ മരുമകൾ, അല്ലെങ്കിലും എൻ്റെ കുടുംബത്തോട് താരതമ്യം നിങ്ങളൊക്കെ ഏത് തട്ടിൽ ഗണത്തിൽപ്പെടുന്നവരാണെന്ന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഇവിടെ നിന്ന് കളിച്ചാൽ മതി. ഇനി എങ്ങാനും നിങ്ങളുടെ അനിയത്തി എന്ന് പറയുന്ന നന്ദു ഇവിടേക്ക് കയറി വന്നാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും. എന്തായാലും എല്ലാവരും കൂടെ ഈ കല്യാണം മുടക്കാൻ നോക്കിയില്ലേ, പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് നടന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നോരോന്ന് പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു പ്രാവശ്യം വെച്ച് ചായ മോശമായി പോയി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല, എനിക്കറിയാം എങ്ങനെ എല്ലാവരും കയ്യിലെടുക്കണമെന്ന് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമികയും പറയാൻ കേട്ടോ. ഇതിനൊന്നും മറുപടി എന്താ പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് നയന. ആകെ വിഷമിച്ച് നിൽക്കുകയായിരിക്കും. ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും കേട്ടോ അനി വന്നിട്ട് നമ്മുടെ അനാമികയുടെ റേസ് ആകുന്നുണ്ട്. നീ എന്ത് വർത്താനമാണ് പറയുന്നത്, ഇതെൻ്റെ ഏട്ടത്തിയാണ്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏട്ടത്തിയല്ല എൻ്റെ അമ്മയുടെ സ്ഥാനമാണെന്ന്. നീ ഇപ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഈ സ്ത്രീയോടാണ് നീ ഇപ്പം ഇതൊക്കെ പറഞ്ഞത്, നിനക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? നീ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ കാരണം ഈ നയനേട്ടത്തിയാണ്. അങ്ങനെ നയന അന്ന് മുതൽ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അനാമികയ്ക്ക്. അതൊന്നും അനാമികയുടെ തലയിൽ കയറുന്നില്ല. അനാമിക അപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയായിരിക്കും. അങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് അനാമികനെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ ആദി ചിന്തിക്കുന്നുണ്ട്, വന്ന് കയറി കുറച്ച് ദിവസം ആകുന്നതിന് മുൻപ് തന്നെ അനാമികയുടെ ദേഹത്ത് കൈവച്ചല്ലോ, ഇനി എന്തൊക്കെ പുകിലാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ആകെ പേടിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അനാമികയാണെങ്കിൽ അനി അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടെ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നയനയോട് അനാമികയുടെ പേരിൽ സോറി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അനി സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം നമ്മുടെ നയന റൂമിലേക്ക് ചെല്ലും. അവിടേക്ക് വരികയാണ്. എന്നിട്ട് ആദ്യം പറയുന്നുണ്ട്, ഞാൻ കണ്ടിരുന്നു എല്ലാം, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു പിടിയില്ല, എന്തായാലും ഇപ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട്, ഈ കല്യാണം നടക്കണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. കാരണം ജാതകത്തിലും അതുപോലെ തന്നെ പൊരുത്തത്തിലൊക്കെ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം നീയാണ് എല്ലാം മാറ്റി അവരുടെ വിവാഹം, അതായത് അനിയുടെ മനസ്സിൽ ആഗ്രഹം നടക്കണമെന്ന് കരുതി എല്ലാം ചെയ്തത്. ഇപ്പോൾ അതൊക്കെ വിനിയാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്ര പെട്ടെന്ന് വന്നു കയറി ഈ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ വഴക്കും ബഹളവും അടിയൊക്കെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും താനൊന്നും മനസ്സിൽ വെക്കണ്ട, നന്ദുവിൻ്റെ വിഷയത്തിൽ താൻ ഒരു വിധത്തിലും പങ്കാളിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പറയുന്നവരൊക്കെ പറയട്ടെ, എൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നയന ഇങ്ങനെ കരയാണ് ആദ്യയുടെ മുൻപിൽ. അനിക്കും നല്ല വിഷമമാകുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജലജയും അതുപോലെ തന്നെ ചെറിയമ്മയും അനാമികയും ഒറ്റക്കെട്ടാകുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും എതിർത്ത് നമ്മുടെ നയനേനെയും അതുപോലെ തന്നെ നവ്യയും ഒറ്റപ്പെടുത്തുകയും എതിർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവയാനിയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അതായത് ദേവയാനി ഇവരോട് ഒന്നും അങ്ങനെ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും ദേവയാനിയും അങ്ങനെ മാറി നിൽക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് വിഷമമാകുകയാണ്. തൻ്റെ ഒരു ബലം തന്നെ ചോർന്നു പോയ പോലെ തോന്നുകയാണെന്നൊക്കെ നയന പറയുന്നുണ്ട്. എങ്കിൽ ദേവയാനിക്ക് തൻ്റെ മരുമകളെ അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ദേവയാനിയാണെങ്കിൽ ചെറിയമ്മയും ഒക്കെ ഇങ്ങനെ അകറ്റി നിർത്തുമ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ നമ്മുടെ ദേവയാനിക്കും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും നയനനെ നമ്മുടെ എല്ലാവരും കൂടെ വെറുക്കുകയും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമായിരിക്കും താങ്ങും തണലുമായി നയനയുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നത്.